രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിനെ വേട്ടയാടി പോലീസ്. ഡൽഹിയിലെ പാറ്റ സമരത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. വൈകിട്ട് 4 മണിയോടെയാണ് പോലീസ് ടി.ജിയുടെ മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തുന്നത്. രാത്രി 7:45 കസ്റ്റഡിയിലെടുക്കുന്നു. കരിവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. തുടർന്ന് ടി.ജിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് വിവരം. പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരും വീടിന് മുന്നിൽ നടത്തിയത്. അതിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, 11 ദിവസങ്ങൾക്ക് മുന്നാണ് ടി.ജിക്കെതിരെ കേസെടുക്കുന്നത്. എന്നാൽ ഇത്ര ധൃതിപ്പെട്ടുള്ള ഈ ഒരു നടപടി എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ആ ഒരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. എന്തിനായിരുന്നു ഇത്തരം നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ടി.ജിയെ കസ്റ്റഡിയിലെടുത്തത്? മണിക്കൂറുകൾ ടി.ജിയെ വീട്ടിൽ ബന്ദിയാക്കുന്നതിന് തുല്യമായി പോലീസ് സംഘം വീടിനകത്തും പുറത്തുമായി വലിയൊരു സന്നാഹം എല്ലാം തന്നെ എന്തിനായിരുന്നു എന്നതാണ്. കാരണം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ 3 വർഷത്തിൽ താഴെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയുള്ള ഒരു കേസിൽ ഇത്തരം രംഗങ്ങൾ എന്തിനാണ് പോലീസ് സൃഷ്ടിച്ചത് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. 4 മണിയോടെ പോലീസ് എത്തുന്നു, മട്ടാഞ്ചേരിയിലുള്ള ടി.ജിയുടെ വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം ഏറെ നേരം ആദ്യം ടി.ജിയോട് പറയുന്നത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി, ചില വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടിയാണ് ആ നടപടികൾ പൂർത്തിയാക്കി തങ്ങൾ മടങ്ങുമെന്നറിയിച്ച പോലീസിന് കൃത്യമായി തന്നെ ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അടക്കമുള്ള ഓഫീസുകളിൽ നിന്ന് എന്ന കൃത്യമായ സൂചന നൽകുന്ന വിധത്തിൽ നിരവധി കോളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണിലേക്ക് വന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നു. ടി.ജിയെ കസ്റ്റഡിയിൽ എടുത്തേ മതിയാകൂ എന്ന നിലയിലേക്ക് പോലീസ് നടപടി കടുപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് 7:45 കൂടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കരിവേലിപ്പടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ 15 മിനിറ്റോളം മാത്രം നീളുന്ന മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് അവിടെ നിന്ന് എത്തിയ ഉദ്യോഗസ്ഥ സംഘമായിരുന്നു ഇവിടെ നടപടികൾ പൂർത്തിയാക്കിയത്. ആ ഉദ്യോഗസ്ഥ സംഘം തന്നെ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട്, സൈബർ പോലീസ് സംഘം അദ്ദേഹത്തെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ യാത്ര തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പുലർച്ചയോടെ അവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ ടി.ജി ചില കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. ടി.ജി വ്യക്തമാക്കിയ നിലപാടുകളുടെ പേരിൽ സധൈര്യം അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെത് മാത്രമായ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ അതിനെ വിവാദമാക്കുകയും അത് കലാപ ആഹ്വാനമാണ് എന്ന് വരുത്തി തീർക്കുകയും ചില വാക്കുകളെ സ്ത്രീകൾക്കെതിരെ എന്ന പരാമർശങ്ങളായി വ്യാഖ്യാനിക്കുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടായിരുന്നു ആസൂത്രിതമായി നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉയരുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് കേസെടുക്കുന്ന ടി.ജി. മോഹൻദാസ് എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമല്ല സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായ സാന്നിധ്യമായ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരെയാണ് ഈ വിധത്തിൽ കേസിൽ കൊടുക്കുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അതിലേക്ക് നയിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് അറിയാം. അർജുൻ നായങ്കി അറസ്റ്റിലാകുന്നു. അതിനു മുമ്പ് അർജുൻ നായങ്കിക്കായി വലിയ തെരച്ചിൽ നടത്തേണ്ടി വരുന്നു. അർജുൻ നായങ്കി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടും കളിപ്പിച്ചുകൊണ്ടും എല്ലാം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോലീസിന്റെ കൺമുന്നിൽ മാറി മാറി നീങ്ങുന്നു. അതുണ്ടാക്കിയ വലിയൊരു ജാളിത പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒടുവിൽ അറസ്റ്റിലായ ഘട്ടത്തിൽ എന്തുകൊണ്ട് ടി.ജിയെ അറസ്റ്റിൽ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ആസൂത്രിതമായി ചില കേന്ദ്രങ്ങൾ ഉയർത്തി. അത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം തന്നെയുള്ള കേന്ദ്രങ്ങളാണ് ആ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ടി.ജി. മോഹൻദാസ് എന്ന രാഷ്ട്രീയ നിരീക്ഷകന്റെ വായടപ്പിക്കുക, രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യന്റെ വായടപ്പിക്കുക, അദ്ദേഹം നിരന്തരമായി പറയുന്ന ദേശീയതയുടെ ശബ്ദമായി മാറുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇല്ലാതാക്കുക എന്നത് തന്നെയായിരുന്നു. അവർ അതുകൊണ്ട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ടി.ജി. മോഹൻദാസിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പേരിൽ പിടിച്ചുകൊണ്ട് പോലീസ് നടപടി കടുപ്പിക്കുന്നു എന്ന് വരുത്തുകയും അങ്ങനെ ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിൽ എടുക്കുകയും എല്ലാം തന്നെ ചെയ്യുകയായിരുന്നു. അതേ ഘട്ടത്തിൽ, കാരണം ഈ ഒരു ടി.ജി. മോഹൻദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അതേ കേസുകൾ നേരിടുന്ന
മറ്റു നിരവധി വ്യക്തികൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അവർക്കെതിരെ ഒരു ചെറു വിരൽ അനയ്ക്കാൻ പോലും പോലീസിനെ സംബന്ധിച്ചിടത്തോളമോ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളമോ കഴിയാത്ത പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ തന്നെയാണ് TG മോഹൻദാസിനെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. അതിന് പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ പുറത്ത് വരികയും ചെയ്യും. KM ഷാജി ആണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും അവരെല്ലാം തന്നെ നിരന്തരമായി ഉയർത്തിയിരിക്കുന്ന വിവാദ പ്രസ്താവനകളുണ്ട്. പല ഘട്ടങ്ങളിലും MM മണിയെ പോലുള്ള CPM-ന്റെ നേതാക്കൾ ഉയർത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പരാമർശവും TGയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഒരു സമൂഹ മാധ്യമ ഇന്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ ചില വിവരങ്ങൾ, ചില കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിനെയാണ് അത് കലാപ ആഹ്വാനമാണ്, ജന്തർ മന്ദിറിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് എതിരെയാണ് എന്നെല്ലാം വരുത്തി തീർത്തത്. വിഷ്ണു.